നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊടകര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിനെതിരെ UDFന്റെ പ്രതിഷേധം. വിവിധ സ്ഥലങ്ങളിൽ രാപ്പകൽ സമരം നടത്തി. തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് പവന് 720 രൂപ കുറഞ്ഞു. 66,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊടകര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ചാലക്കുടി ദിശയിലേക്ക് സഞ്ചരിച്ചിരുന്ന 4 വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ ബ്ലോക്കിൽപ്പെട്ട് കിടന്നിരുന്ന വാഹനങ്ങൾക്ക് പുറകിലെത്തിയ മിനി ലോറി നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. 2 കാറുകളും 1 ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ രാപ്പകൽ സമരം നടത്തി. മാളയിൽ നടന്ന UDF രാപ്പകൽ സമരം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഫൽ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ 8 വർഷമായി അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് അധികാര കേന്ദ്രീകരണത്തിലേക്ക് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഉത്തരവുകളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും ചുമതലകളും കവർന്നെടുക്കുന്ന രീതിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാള മണ്ഡലം ചെയർമാൻ സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. CV കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. UDF പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കിടി ജംഗ്ഷനിൽ നടന്ന രാപ്പകൽ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പള്ളങ്ങൾക്ക് വരുന്നത് നമ്മുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കോലം ലഭിച്ചു. ആ കോലം എത്തിക്കാനുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ഷാരി സംസാരിച്ചപ്പോൾ പറഞ്ഞു. SFIയുടെ അന്വേഷണം SFIയുടെ അല്ല, SFIയെ പറ്റി അന്വേഷിച്ചാൽ ആ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് പിടിക്കപ്പെട്ട സാധന സാമഗ്രികളുടെ വസ്തുക്കളുടെ കൂട്ടത്തിലാണ്. പക്ഷേ ഇത് SFIയുടെ അന്വേഷണമാണ്. SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ CMR എന്ന് പറയുന്ന കമ്പനിയും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ നടത്തിയ പണമിടപാടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 1ാം പ്രതി സ്ഥാനത്ത് നിൽക്കുന്നതിനുള്ള സാഹചര്യം നിൽക്കുകയാണ്. KM ഷാനിർ, മണ്ഡലം പ്രസിഡന്റ് VN നദീർ, PI നിസാർ, VM അബ്ദുൽ കരീം, പത്മകുമാർ, CK യുധി, വാസന്തി സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് അരുൺ രാജ്, ശൈല പ്രകാശൻ, ആന്റണി പയ്യപ്പിള്ളി, ജിജോ അരിക്കാടൻ, PS സുഭാഷ്, PC ബാബു, KP പ്രജീഷ് എന്നിവർ പ്രസംഗിച്ചു. അന്നമനട മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം ബ്ലോക്ക് UDF ചെയർമാൻ NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം കൈയാളിയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ 3 തവണകളിലായി പ്ലാൻ ഫണ്ടും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഒക്കെ കൃത്യമായി വിതരണം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരണം കൈയാളുമ്പോൾ വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ പഞ്ചായത്തിൽ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പേരിൽ. ചെയർമാൻ PK തിലകൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഫൽ, നേതാക്കളായ MH ഫൈസൽ, TK രമേശൻ, അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, സാനി ചക്കാലക്കൽ, ധന്യ ദേവദാസ്, KK രവി നമ്പൂതിരി, ഷിംജി സോമൻ, ഹക്കീം ഇക്ബാൽ, സുനിത സജീവൻ, ലളിത ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി. SN പുരം UDF മണ്ഡലം കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ രാപ്പകൽ സമരം KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിൽ മുനമ്പത്തെ താമസക്കാരുടെ റവന്യൂ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയുമില്ലെന്ന് MP ജാക്സൺ പറഞ്ഞു.
മുൻപത്തെ ജനതയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കാത്ത സർക്കാരാണ് പിണറായിയുടെ സർക്കാരെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മണ്ഡലം ചെയർമാൻ പ്രൊഫസർ KS സിറാജ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം KM ഷാനിർ, DCC എക്സിക്യൂട്ടീവ് അംഗം PK ഷംസുദ്ദീൻ, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, RSP ജില്ലാ സെക്രട്ടറി MP ജോബി, നേതാക്കളായ മൻസൂർ അന്താറത്തറ, KS രാജീവൻ, PD സാജൻ, RB മുഹമ്മദ് അലി, CB ജയലക്ഷ്മി, PK അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അനധികൃത ധനസമ്പാദനത്തിന്റെ പേരിൽ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കേസെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പിണറായി വിജയന്റെ കോലം കത്തിച്ചു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജനറൽ സെക്രട്ടറി CS അനുമോദ്, BJP പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്ടവൻ, ജനറൽ സെക്രട്ടറി ദിബീഷ്, പ്രസാദ് PT തോപ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളത്തെ കൊള്ളയടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ കോർപ്പറേറ്റുകളിൽ നിന്നും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും പിണറായി വിജയന്റെ മകളും ചേർന്നുകൊണ്ടുള്ള ഈ കൂട്ടുമുന്നണി കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളും ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. 720 രൂപയാണ് ഇന്ന് സ്വർണത്തിന് കുറഞ്ഞത്. 66,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 90 രൂപ കുറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,310 രൂപയായി. ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് 67,200 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 8,400 രൂപയുമായിരുന്നു വില. അന്നമനട കല്ലൂർ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ് താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. സമാപന ദിവസം വൈകിട്ട് കാഴ്ചശീവേലി, മേളം, ദീപക്കാഴ്ച, തായമ്പക, താലപ്പൊലി, മുടിയേറ്റ് എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഏപ്രിൽ 6 ഞായറാഴ്ച സർപ്പപൂജ, യക്ഷിപൂജ, ദേവി മഹാത്മ്യ പാരായണം, ദീപാരാധന, പഞ്ചവാദ്യം, പൂമൂടൽ, കളമെഴുത്തും പാട്ടും എന്നിവ നടക്കും. മാള റോട്ടറി ക്ലബ്ബ്, ആസ്റ്റർ മെഡിസിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള കാർമൽ കോളേജിൽ നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗം, ENT എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ സേവനം നൽകി. ക്യാമ്പ് റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് AG സാബു ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിൽ തന്നെ എന്താണ് മെഡിക്കൽ ക്യാമ്പിലൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദം തുടങ്ങി ശിരസ് വരെയുള്ള എല്ലാ അവയവങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മളെ. പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു. ലിയോൺ വർഗീസ്, ഹരിത P നായർ, ഡോക്ടർ ദിനു എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെ അഭിനന്ദിച്ചും ബെന്നി ബെഹനാൻ അടക്കമുള്ള 19 MPമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ചും BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി IS മനോജ് ഉദ്ഘാടനം ചെയ്തു. വർഷം വരുന്ന ആളുകൾക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ സന്തോഷം ഒരു വിഭാഗം ആളുകൾക്കുണ്ടെങ്കിലും ഇപ്പുറത്തൊരു വിഭാഗം ആളുകൾ ചില വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കിടന്ന് കാണിക്കുന്ന ചില കസർത്തുകൾ. സോമൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രശോഭ് പുതുക്കാട്ടിൽ, പ്രജീഷ്, ശിവലാൽ, ഷിബിൻ അക്ലിപ്പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊടകര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്.
പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിനെതിരെ UDF-ന്റെ പ്രതിഷേധം. വിവിധ സ്ഥലങ്ങളിൽ രാപ്പകൽ സമരം നടത്തി. തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് പവൻ 720 രൂപ കുറഞ്ഞു. 66,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.